വീട്ടിൽ തന്നെ നട്ടു വളർത്തിയ കുറച്ച് പൊന്നാങ്കണ്ണി ചീരയും കൊണ്ടുള്ള ഒരു തോരനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇല്ലാത്തവരൊക്കെയാണ് പെട്ടെന്ന് തന്നെ നട്ടു വളർത്തിക്കോളൂ. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ വിറ്റാമിൻ എ, സി, കാൽസ്യം, അയൺ സലാഡിലും അതുപോലെ പരിപ്പിലും ഒക്കെ ഇട്ട് വെക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് സാമ്പാർ ചീരയും കൂടി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചീരയിലത്തോരനൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ? 2-3 മിനിറ്റ് സമയം മാത്രം മതിയല്ലോ. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായപ്പോഴേക്കും കടുകിട്ട് അതിലേക്ക് ഒരു സവോളയും കുറച്ച് ചെറിയുള്ളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2-3 ഗ്രീൻ ചില്ലീസ് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടെ ഇട്ട് ഒരു 1-2 മിനിറ്റ് സമയം മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരയില മുഴുവനായിട്ടും തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ചീരയില വെന്ത് കിട്ടും. ഇനി എല്ലാവരും അവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ചീരയില തോരനൊക്കെ പെട്ടെന്ന് തന്നെ ഉപ്പ് ചേരുന്നതാണ്, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ. ഇനി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ. ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചോറിന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഈ ചീര വീട്ടിലില്ലാത്തവർക്ക് ചെടിച്ചട്ടിയിലാണെങ്കിൽ പോലും നമുക്കിത് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. അതിനുശേഷം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.